आदाब अर्ज़ प्यारे बच्चों, 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ മമതാക്കി സായമ എന്ന പാഠഭാഗത്തിലെ ഓരോ വരികളും അവയുടെ അർത്ഥവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് ഈ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസും ഈ നസ്മ എഴുതിയ ഷായറിനെ കുറിച്ചുമുള്ള ചില വിവരങ്ങളുമാണ് സൂചിപ്പിക്കുന്നത്. ഹസ്രത്ത് ജയ്പൂരി എന്ന കവിയാണ് ഈ പദ്യം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രൊഫൈല് പാഠഭാഗത്തിന് താഴെയായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. ഹസ്രത്ത് ജയ്പൂരി കാ അസൽ നാം ഇഖ്ബാൽ ഹുസൈൻ ഥ. ഹസ്രത്ത് ജയ്പൂരിയുടെ യഥാർത്ഥ പേര് ഇഖ്ബാൽ ഹുസൈൻ എന്നായിരുന്നു. അപ്പോൾ ഹസ്രത്ത് ജയ്പൂരി എന്നത്, ഹസ്രത്ത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്. അഥവാ പദ്യത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന യഥാർത്ഥ പേരിന് പകരം ഉപയോഗിക്കുന്ന പേരാണ് ഹസ്രത്ത് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ഇഖ്ബാൽ ഹുസൈൻ എന്നായിരുന്നു. वो 15 अप्रैल 1922 को जयपुर राजस्थान में पैदा हुए. അദ്ദേഹം 1922 ഏപ്രിൽ 15 രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ജനിച്ചത്. ജയ്പൂരിൽ ജനിച്ചുകൊണ്ടാണ് ജയ്പൂരി എന്ന് പറയുന്നത്. ഹസ്രത്ത് ജയ്പൂരി. മലബാറിലാണ് ജനിക്കുന്നതെങ്കിൽ മലബാരി എന്ന് പറയുന്നത് പോലെ ബംഗാളിലുള്ളവനെയാണ് നമ്മൾ എന്തു പറയാ ബംഗാളി എന്ന് പറയാം. എന്നതുപോലെ ജയ്പൂരിൽ ജനിച്ചയാൾ ജയ്പൂർക്കാരനായതുകൊണ്ട് ജയ്പൂരി എന്ന് പറയുന്നു. ശരിയാണല്ലോ. പൈദാ ഹുയെ ജനിച്ചത്. ഫിൽമോം കെ ലിയെ ഉനോനെ കൈ ഗീത് ലിഖേ. അദ്ദേഹം ഫിലിമിന് വേണ്ടി ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ബച്ചോം കെ ലിയെ ലിഖി ഗൈ ഉൻകി നസ്മേൻ കാഫി മഷഹൂർ ഹെ. കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ള പദ്യങ്ങളൊക്കെ വളരെ പ്രശസ്തമാണ്. ഉൻക ഇന്തിഖാൽ 1 സിതംബർ 1999 को हुआ. അദ്ദേഹം ഇന്തിഖാലായത്, അദ്ദേഹം മരിച്ചത് സെപ്റ്റംബർ 1, 1999. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിലെ താലീമി സർഗർമിയ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ താലീമി സർഗർമി നസ്ം മമതാക്കി സായമേൻ തറന്നും സെ ഗായേ. മമതാക്കി സായമേ എന്ന ഈ പദ്യത്തെ നല്ല ഈണത്തിൽ ആലപിക്കാനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കഴിയുന്നവരോട് നല്ല ഈണത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്പറൊക്കെ നൽകിയിരുന്നു. അതിലേക്ക് അയക്കാൻ പറഞ്ഞിരുന്നു. ഇനിയും സമയമുണ്ട്. അത് അയക്കാൻ കഴിയുന്ന ആളുകൾ, നന്നായി പാടാൻ കഴിയുന്ന കുട്ടികളുണ്ടെങ്കിൽ മടിയൊന്നും കൂടാതെ ഉഷാറായിട്ട് പാടിയിട്ട് അയച്ചു തരാം. അപ്പോൾ തൽക്കാലം ഞാൻ ഇപ്പോൾ ഇവിടെ തറന്നുമായിട്ട് പാടുന്നില്ല. ആ പാട്ട് പ്രവർത്തനം നിങ്ങൾക്ക് വിട്ടുതരാണ്. ഇനി ഒന്നാമത്തെ ഒരു ചോദ്യം, നസ്മ പഠിക്കർ സവാലോ കെ ജവാബ് ലിഖേ. ഈ പാട്ട് വായിച്ചിട്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് ഇവിടെ പറയുന്നത്. മാനെ ഹമേ കേസെ പാല. മാനെ ഹമേ കേസെ പാല. മാ എങ്ങനെയാണ് നമ്മളെ പരിപാലിച്ചത്. മാ എങ്ങനെയാണ് പരിപാലിച്ചത് എന്നുള്ളത് നമ്മൾ ഈ വരികൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കിട്ടൂലേ. പാല എന്നുള്ളതൊന്ന് തിരഞ്ഞു നോക്കൂ. പാല എന്നുള്ള വരി എവിടെയാണെന്ന് തിരഞ്ഞു നോക്കിയാൽ ആ വരിയിലുണ്ടാവും ഏത് രീതിയിലാണ് നമ്മെ പരിപാലിച്ചത്. ബുദ്ധിമുട്ടുകളോടുകൂടി, പ്രയാസത്തോടുകൂടി എന്നുള്ളതാണ് അതിൻ്റെ മലയാളം. അപ്പോൾ ഉറുദു നിങ്ങൾ കണ്ടെത്തണം. അടുത്തത് മാ കെ പാവോ തലേ ആദ്മി കി ജന്നത്ത് ഹേ. ഷായർ ഐസാ ക്യോ കഹത്താ ഹേ. മാൻ്റെ പാവിൻ്റെ തലയിലാണ്, മാൻ്റെ
കാലടിപ്പാടിലാണ് ആദ്മിയുടെ സ്വർഗമുള്ളതെന്ന് ഷായർ പറയാൻ കാരണം എന്താണ്? അത് ഏത് കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത്? ഏത് കാര്യം പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്? ലാസിം ഹേ ഉസ്കി ഖിദ്മത്ത്, ലാസിം ഹേ ഉസ്കി ഇസ്സത്ത് എന്നതിന് കൂടെയാണ് എന്ത് പറയുന്നത്? മാൻ്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ മാങ്കി ഖിദ്മത്ത് കർന और ഇസ്സത്ത് കർന ആദ്മി के लिए ലാസിം ഹേ. എന്തുകൊണ്ട്? ആദ്മിയുടെ ജന്നത്തുള്ളത് ഉമ്മാൻ്റെ കാലിനടിയിലാണ്. ക്ലിയർ ആണല്ലോ? മാങ്കി ഖിദ്മത്ത് കർന और ഇസ്സത്ത് കർന हमारे लिए लाजिम है क्योंकि आदमी की जन्नत माँ के पाँव के तले है, पाँव के नीचे है. ആണ്. ഇതിന് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ കൂട്ടത്തിൽ പറയാവുന്നതാണ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? മാമ് ഒരുപാട് ബുദ്ധിമുട്ടുകളോടെ പരിപാലിച്ചു, സ്നേഹത്തോടു കൂടി വർദ്ധിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുകളിൽ പറഞ്ഞു. അതൊക്കെ വെച്ച് നമുക്ക് പറയാം. എന്തായാലും ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഉള്ള ഉത്തരങ്ങൾ എഴുതാനാണ് ഒന്നാമത്തെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, മമത കെ സായമേൻ തറന്നും കെ സാത്ത് പടേ ഇൻമേ ചന്ദ് ഹം ആവാസ് അൽഫാസ് ആയേ ഹേ ചുൻകർ ലിഖേ എന്നുള്ളതാണ്. ഈ പാട്ടിലെ സമാന ശബ്ദപദങ്ങൾ ഏതെല്ലാമാണ് എന്ന് കണ്ടെത്തി എഴുതാനാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. ഇസ്സത്ത് ജന്നത്ത് ഒരേ ശബ്ദമാണ്. അതുപോലെയുള്ള മറ്റു ഒരേപോലെ വരുന്ന ശബ്ദങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വരിയിൽ ലാസ്റ്റ് നോക്കൂ, സഖേഗി. അതിൻ്റെ അങ്ങേയറ്റം നോക്കൂ, മിലേഗി. ഒരുപോലെയാണ് അല്ലേ? സഖേഗി, മിലേഗി. അതുപോലെ തന്നെ ഒന്നിങ്ങനെ തിരഞ്ഞു നോക്കൂ, ഏതെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ബസേഗി, മിലേഗി, ബസേഗി, മിലേഗി നാലാമത്തെ വരിയിലുണ്ട്. ഇങ്ങനെ പോയാൽ ഢുലേഗി, മിലേഗി അല്ലേ? ഢുലേഗി, മിലേഗി. ഇസ്സത്ത് ജന്നത്ത് നേരത്തെ പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ? സജേഗി, മിലേഗി, സജേഗി, മിലേഗി. ഇവയെല്ലാം ഹം ആവാസ് അൽഫാസ് ആണ്.